അയ്യോ, ക്യാരറ്റ് തോരൻ വെച്ചിട്ടും ക്യാരറ്റ് സാമ്പാറിലിട്ടിട്ടൊക്കെ കഴിച്ചിട്ട് മടുത്തു. ക്യാരറ്റ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഞാൻ ഇതേപോലെ വെറൈറ്റി ഐറ്റം പരീക്ഷിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഡിഷിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തുള്ളത്. ഇതേപോലെ കട്ട് ചെയ്യണം. കുറച്ച് ചുമന്നുള്ളി വേണം. ചുമന്നുള്ളി കട്ട് ചെയ്യരുത്, ഇങ്ങനെ ഒന്നങ്ങനെ. 2 പച്ചമുളക്, കുറച്ച് വറ്റൽ മുളക്, ആവശ്യത്തിന് കറിവേപ്പില, തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ കട്ട തൈര്. അതിനുശേഷം ഗ്യാസ് കത്തിക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുന്നു. ഫസ്റ്റ് ഉള്ളി വല്ലാണ്ട് വെന്ത് പോകരുത്, വല്ലാണ്ട് വഴറ്റിയെടുക്കരുത്. ഒരു 2 സെക്കൻഡ് ഇളക്കാൻ പാടുള്ളൂ. ദൈ പരിവാവണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്കിടാം. ക്യാരറ്റും അതെ 1-2 ഇളക്കിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. വല്ലാണ്ട് എണ്ണയിലിട്ടിട്ട് വഴറ്റി എടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി അതിലേക്ക് ഈ ക്യാരറ്റ് വേവാൻ ആവശ്യമായ വെള്ളമാണ് ചേർക്കുന്നത്. ഓവറായിട്ട് വെള്ളം ചേർക്കരുത്, പാകത്തിന് വെള്ളം ചേർക്കാവൂ. അത് വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ക്യാരറ്റ് വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവട്ടെ. അടച്ച് വെക്കാണ്ട് വേവിക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു കാര്യം മറന്നു, 2 പച്ചമുളകും കൂടി ഇടണം കേട്ടോ. 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കണം. ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി തുറന്നിട്ടായാലും കുഴപ്പമില്ല. ഇതുപോലെ വെള്ളം വറ്റി റെഡിയാവണം. കണ്ടോ? അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ അതിലത്തെ വറ്റിയില്ലേ? നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അതിലേക്ക് പിടിച്ച് ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം? അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം കുരുമുളക് പൊടി ഇത് ചേർത്തിട്ട് നന്നായി കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ അരയണം. തേങ്ങ നന്നായി